ഹായ് ഓൾ. ഈ സെഷനിൽ ഡബിൾ ഇൻ്റഗ്രലിനകത്തുള്ള ഏതാനും പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ തന്നെയായിരുന്നു അവിടെ നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഈ ലിമിറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനകത്ത് അതായത് ഇവാലുവേറ്റ് ദിസ് ഇൻ്റഗ്രൽ, പക്ഷേ ഈ ലിമിറ്റ് ഡയറക്റ്റ് തന്നിട്ടില്ല, പകരം ആ റീജിയൻ ഏതാണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ റീജിയൻ ഏതാണ് എന്നതിനനുസരിച്ചിട്ട് ഈ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഈ ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആർ എന്ന് പറയുന്ന റീജിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ ഈസ് എ റീജിയൻ ബിറ്റ്വീൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില കർവുകൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കർവുകൾ വരയ്ക്കുക. ഒന്ന് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ കർവാണ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഈ കർവാണ്. ഇതാണ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതാണ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ അതിനിടയ്ക്കുള്ള രണ്ടിൻ്റെയും കൂടെ കോമൺ റീജിയൻ ആയി ഷെയ്ഡഡ് പോർഷനാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീജിയനാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഒന്നുകിൽ പറഞ്ഞ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് നമുക്ക് വരച്ചിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചിട്ട് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. നമ്മുടെ പ്രോബ്ലത്തിലുള്ളത് ഡി എക്സ് ഡി വൈ ആണ്, അതായത് ഫസ്റ്റ് എക്സും ദെൻ വൈയും ആണ്. അപ്പോൾ ഡി എക്സ് ഡി വൈ ആണ്, ഫസ്റ്റ് എക്സും ദെൻ വൈ ആണെങ്കിൽ ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ വേരിയേഷൻ ആണ്. എക്സിൻ്റെ വേരിയേഷൻ എപ്പോഴും ഹൊറിസോണ്ടൽ വേരിയേഷൻ ആണ്, അല്ലെ? വൈയുടെ വേരിയേഷൻ വെർട്ടിക്കൽ വേരിയേഷൻ ആണ്. അപ്പോൾ ഡി എക്സ് ഡി വൈ ആണെങ്കിൽ ഫസ്റ്റ് എക്സിന് ഹൊറിസോണ്ടൽ വേരിയേഷൻ വരണം. ഫസ്റ്റ് എക്സിന് ഹൊറിസോണ്ടൽ വേരിയേഷൻ വരണമെങ്കിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഡി എക്സ് ഡി വൈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആണെങ്കിൽ ഉറപ്പാണ് നമ്മൾ ഡി എക്സ് ഡി വൈ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രിപ്പ്, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഈ സ്ട്രിപ്പിൻ്റെ ലെഫ്റ്റ് എൻഡ് ഏത് ഫംഗ്ഷനിൽ ടച്ച് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ് ടച്ച് ചെയ്തിരിക്കുന്ന എവിടെയാണ്? തീർച്ചയായിട്ടും വൈ ഈസ് ഈക്വൽ ടു എക്സിലാണ്. അതിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ ലിമിറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്നും നമുക്ക് കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. എക്സ് ഈക്വൽ ടു വൈ, അതാണ് ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത്. ഇനി റൈറ്റ് എൻഡ് നോക്കാം. റൈറ്റ് എൻഡ് ടച്ച് ചെയ്തിരിക്കുന്നത് ഈ കർവിലാണ്. ആ കർവിൻ്റെ ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, നമുക്ക് വേണ്ടത് എക്സ് ആണ്. അപ്പോൾ അതിന് എക്സ് എങ്ങനെ കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, സ്ക്വയർ റൂട്ട് ഓഫ് വൈ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. എക്സിൻ്റെ വേരിയേഷൻ വൈ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൈ ആയിരിക്കും എക്സിൻ്റെ വേരിയേഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്ട്രിപ്പ് നേരെ മുകളിലേക്ക് താഴേക്കിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കണം. വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. ഇതിങ്ങനെ മുകളിലേക്ക് താഴേക്കിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കണം. മൂവ് ചെയ്ത് മാക്സിമം റീജിയനിൽ എവിടം വരെ പോകും നോക്കുക. ഏത് പോയിന്റ് വരെ മുകളിലേക്ക് മൂവ് ചെയ്ത് പോകും നോക്കുക. അങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് വരെ വരുള്ളൂ. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് വരെയാണ് വരിക, ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ്. അതുപോലെ താഴേക്ക് എവിടം വരെ വരുമെന്ന് വെച്ചാൽ ഇതിങ്ങനെ താഴെ വന്നിട്ട് ഇവിടെ എക്സ് ആക്സ് വരെ വരും. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, മുകളിലേക്ക് ഇത് മാക്സിമം ഈ റീജിയനിൽ പോകുന്നത് ഈ പോയിന്റ്സ് വരെയാണ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ലൈൻ്റെ കൂടെ ഇൻ്റർസെക്ഷൻ ആണ്. റൈറ്റ്, അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷനോടെ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. or x times x minus 1 equal to 0 എന്ന് കിട്ടും. or x equal to 0 or x equal to 1. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ അതാണ് ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് y 1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇത് ഈ പോയിന്റ് 1 ആണ്. റൈറ്റ്, x equal to 1 ആണ്. x 1 ആണെങ്കിൽ x equal to y ആണല്ലോ. അപ്പോൾ y എന്തായിരിക്കും? സോ y is equal to x എന്നാണ്. അപ്പോൾ x 1 ആകുമ്പോൾ y എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് 1 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. റൈറ്റ്, 1 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഈ കർവിൻ്റെ ഇക്വേഷൻ നോക്കാം. അല്ല, ഈ കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? വൈ കോർഡിനേറ്റ് അല്ല എപ്പോഴും എക്സ് വേരി ചെയ്യാം. റൈറ്റ്, വൈ കോർഡിനേറ്റ് ഈസ് ഓൾവേസ് 1. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു 1 എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ നമ്മൾ കണ്ടു, എക്സ് ഈക്വൽ ടു വൈ ടു എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൈ. വൈയുടെ വേരിയേഷൻ ഇതിന് ഏറ്റവും താഴെ ഇവിടം വരെ വരും, വൈ ഈക്വൽ ടു 0 മുതൽ മുകളിൽ ഇവിടം വരെ പോകും, വൈ ഈസ് ഈക്വൽ ടു 1 വരെയാണ് വരിക. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനെ നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ്സ് നമുക്ക് എഴുതാം. ലിമിറ്റ്സ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഡി എക്സ് ഡി വൈ ആണ് എടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതുകൊണ്ട് തന്നെ എക്സിൻ്റെ വേരിയേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. എക്സിൻ്റെ വേരിയേഷൻ വൈ ടു എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൈ ആണ്. സെക്കൻഡ് വൺ വൈയുടെ വേരിയേഷൻ ആണ്, വൈ ഏറ്റവും താഴത്തെ വേരിയേഷൻ, ഏറ്റവും താഴെ വൈ ഇസ് ഈക്വൽ ടു 0 ആണ്.
ടു മുകളിലത്തെ വേരിയേഷൻ y ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. therefore I is equal to തന്നിരിക്കുന്ന ദിവസം നമുക്ക് I എന്ന് വിളിക്കാം. that is double integral x is equal to y to square root of y and y is equal to 0 to 1. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ടൈംസ് എക്സ് പ്ലസ് വൈ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ എന്ന് കിട്ടും. സോ എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻസൈഡ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. ഇൻസൈഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വൈ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൈ എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആദ്യം എക്സ് കൊണ്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 വൈ പ്ലസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 വൈ സ്ക്വയർ എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് വൈ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൈ ആണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്താണ് നമ്മൾ എക്സിനാണ് ലിമിറ്റ് കൊടുത്തിരിക്കുക. അപ്പോൾ എക്സിനാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. സോ വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് വൈ ദ ഹോൾ ക്യൂബ് ടൈംസ് വൈ ബൈ 3 പ്ലസ് square root of I the whole square y by 2 times y square minus y substitute ചെയ്യുമ്പോൾ y cube times y by 3 minus y square by 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് കിട്ടുക. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം y to the power 3 by 2 ടൈംസ് വൈ എന്ന് പറയുന്നത് y to the power 5 by 2 ആണ്. ഇത് y cube by 2, ഇത് y to the power 4 by 3, then y to the power 4 by 2 ആണ് കിട്ടുക. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു y to the power 5 by 2 by 3 പ്ലസ് y cube by 2 മൈനസ് ഇത് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇത് 6 കിട്ടും മൈനസ് 5 y to the power 4 എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഇൻ ടൈംസ് ഓഫ് y ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to 1 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് y to the power 5 by 2 by 3 plus y cube by 2 minus 5 y to the power 4 by 6 dy. Then it integrate a, so we'll get 1 by 3 times y to the power 7 by 2 by 7 by 2 plus 1 by 2 times y to the power 4 by 4 minus 5 by 6 times y to the power 5 by 5. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് 0 to 1 ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ബാക്കി സിംപ്ലിഫൈ ചെയ്യാം. ഇനി യു വിൽ ഗെറ്റ് 2 by 21 y to the power 7 by 2 plus 1 by 8 y to the power 4 minus 1 by 6 y to the power 5. 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 1 അപ്ലൈ ചെയ്യുമ്പോൾ 2 by 21 plus 1 by 8 minus 1 by 6 കിട്ടും. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. And calculator ഈ വാല്യൂ സിംപ്ലിഫൈ ചെയ്യാം. See 2 by 21 plus 1 by 8 minus 1 by 6 is equal to 3 by 56 നമുക്ക് ആൻസർ കിട്ടും. So the answer is 3 by 60, 3 by 56. Okay, and here is a second question. Evaluate double integral over x square plus y square dx dy over the region in the positive quadrant for which x plus y less than or equal to 1. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പോസിറ്റീവ് ക്വാഡ്രൻറ്റിനെ കുറിച്ച് മാത്രമാണ് പറയാതിരിക്കുക. പോസിറ്റീവ് ക്വാഡ്രൻറ്റ്, ഓക്കെ, പോസിറ്റീവ് ക്വാഡ്രൻറ്റ് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. എല്ലാം പോസിറ്റീവ് വരുന്ന ക്വാഡ്രൻ്റ് പോസിറ്റീവ് ക്വാഡ്രൻറ്റ്. ഓക്കെ, അവിടെ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിന് എക്സും വൈയും എടുക്കുക. ഓക്കെ, എക്സ് 0 കൊടുക്കുമ്പോൾ
എക്സ് 0 കൊടുക്കുമ്പോൾ വൈ 1 കിട്ടും, വൈ 0 കൊടുക്കുമ്പോൾ എക്സ് 1 കിട്ടും. അപ്പോൾ 0 1 എന്ന് പറയുന്ന പോയിന്റും 1 0 എന്ന് പറയുന്ന പോയിന്റും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ. ഇതാണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന റീജിയനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് 0 0 എന്ന് പറയുന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വിചാരിക്കും. 0 0 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അതിനർത്ഥം 0 0 ഉള്ള പോയിന്റ് 0 0 പോയിന്റ് വരുന്ന റീജിയൻ ആണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ്. അതായത് ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ആൻഡ് പോസിറ്റീവ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും നമ്മുടെ റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഓവർ ദിസ് റീജിയൻ. ഈ റീജിയനിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡി എക്സ് ഡി വൈ ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാം, ഐദർ ബൈ ടേക്കിംഗ് ഡി എക്സ് ഡി വൈ ഓർ ഡി വൈ ഡി എക്സ്. അപ്പോൾ ഡി എക്സ് ഡി വൈ വെച്ചിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഞാൻ ഡി എക്സ് ഡി വൈ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഞാനൊരു ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുത്തിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഞാനൊരു ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുത്തിട്ടാണ് ചെയ്യുക. സോ ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ആ ഹൊറിസോണ്ടൽ സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് എൻഡ് ഏത് ഫംഗ്ഷനിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത് നോക്കും. അപ്പോൾ ലെഫ്റ്റ് എൻഡ് വൈ ആക്സിലാണ്. വൈ ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ റൈറ്റ് എൻഡ് ടച്ച് ചെയ്തിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 ആണ്. അല്ലേ, റൈറ്റ് എൻഡ് ഈ കർവിലാണ്. ഇതാണ് നമ്മുടെ കർവ്. റൈറ്റ് എൻഡ് ടച്ച് ചെയ്തിരിക്കുന്ന കർവ് ഇതാണ്. ആ കർവിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് വൈ ആണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് നമുക്ക് കിട്ടി. എക്സ് വേരീസ് ഫ്രം 0 ടു 1 മൈനസ് വൈ ആണ്. ഇനി ഈ കർവ് നേരെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യിപ്പിക്കാം. ഇത് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ മുകളിലേക്ക് ഇത് എവിടം വരെ പോകുന്നുള്ളതാണ്. ഈ റീജിയൻ കൂടി പോകുന്ന മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, മിനിമം പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സ് ആണ്, വൈ ഈക്വൽ ടു 0. മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആക്ച്വലി 0 1 ആണെന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ അവിടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ് വേരീസ് ഫ്രം 0 ടു 1. വൈ കോർഡിനേറ്റിൻ്റെ വേരിയേഷൻ 0 ടു 1 വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. നമുക്കിപ്പോൾ ലിമിറ്റ് എഴുതാം. സോ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് വൈ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0 ടു വൈ ഇസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ വരും. നമ്മുടെ ഇൻ്റഗ്രൽ ഐ എന്ന് പറയുന്ന ഇൻ്റഗ്രൽ ഇങ്ങനെ വരും. സോ ഇറ്റ്സ് ഡബിൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ വെച്ചിട്ടാണ് ചെയ്യുക. ഫസ്റ്റ് എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 ടു 1 മൈനസ് വൈ എന്ന് നമ്മൾ പറഞ്ഞു. വൈയുടെ വേരിയേഷൻ 0 ടു 1 ആണെന്ന് പറഞ്ഞു. ഇത് എക്സിൻ്റെ വേരിയേഷൻ, ഇത് വൈയുടെ വേരിയേഷൻ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ളിലുള്ള ഇൻ്റഗ്രൽ എടുക്കുക. സോ 0 ടു 1 മൈനസ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ്. ഇതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓൾറൈറ്റ്, സോ ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, വൈ സ്ക്വയർ ടൈംസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് 0 ടു 1 മൈനസ് വൈ ആണ്. എക്സിനാണ് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ 1 മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് വൈ സ്ക്വയർ ടൈംസ് എക്സിന് 1 മൈനസ് വൈ കിട്ടും. ലോവർ ലിമിറ്റ് എക്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് ഇത് നമുക്കൊരു ഇൻ്റഗ്രേഷൻ കാണാൻ പാകത്തിന് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇത് 1 മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ബൈ 3, ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ഇങ്ങനെ തന്നെ കാണാവുന്നതാണ്. പ്ലസ് ഇതൊന്ന് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ മൈനസ് വൈ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ അടുത്ത ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു 1. അപ്പോൾ സോ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1. ഇവിടുത്തെ ആൻസർ 1 മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ ക്യൂബ് ഡി വൈ. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/3 കോൺസ്റ്റൻ്റ് ആണ്. 1 മൈനസ് വൈ ദ ഹോൾ ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ ഇറ്റ്സ് ലൈക്ക് 1 മൈനസ് വൈ ദ ഹോൾ ടു ദി പവർ 4/4. പക്ഷേ ഈ വൈയുടെ കോയഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡും കൂടി ചെയ്യണം. ഇത് വൈയിലുള്ള ഒരു ലീനിയർ ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. വൈയുടെ കോയഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വൈയുടെ കോയഫിഷ്യൻ്റ് മൈനസ് ആണ്, ഇത് -4 എന്ന് വരും. പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വൈ ക്യൂബ് ബൈ 3 മൈനസ് വൈ ടു ദി പവർ 4/4 എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 ടു 1.
അപ്പോൾ വൈക്ക് 1 അപ്ലൈ ചെയ്യുമ്പോൾ വൈക്ക് നമ്മൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 1 - 1 ഫസ്റ്റ് പാർട്ട് 0 ആവും. 0 പ്ലസ് 1/3 മൈനസ് 1/4. ഇനി ലോവർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടൈം ഓൾറെഡി നെഗറ്റീവ് ആണ്, കാരണം ഇത് 3 times 4 വരുന്നുണ്ട്, മൈനസ് വരുന്നുണ്ട്, അപ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ എഴുതിയാൽ മതി. അപ്പോൾ അത് പ്ലസ് 1/12 y 0 ആകുമ്പോൾ 1 എന്ന് കിട്ടുക. ഓക്കെ, മൈനസ് അടുത്ത രണ്ടെണ്ണം 0 ആവും, പ്ലസ് 0. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 12 LCM എടുക്കാം. 12/3 4, 12/4 3 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ 2/12 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/6 എന്നാണ് കിട്ടും. So the answer is 1/6. Okay. Okay, now third question. Evaluate double integral y square dA, where R is a region bounded by these two parabolas. So d എന്ന് പറയുമ്പോൾ ഇത് either dx dy ആവാം or dy dx ആകാം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഏതാണോ അത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഏത് എടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും റീജിയൻ നോക്കണം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഫസ്റ്റ് y square equal to 4x എന്ന് പറയുന്ന ഗ്രാഫ്, y square equal to 4x എന്ന് പറയുന്നത് ഇതാണ്. y square equal to 4x എന്ന് പറയുന്ന ഗ്രാഫ്. അതുപോലെ x square equal to 4y എന്ന് പറയുന്നത് y is equal to x square by 4 അല്ലേ എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്ന പരാബോളയാണ്. ഇതാണ് നമ്മുടെ രണ്ട് പരാബോളസ്. ഓക്കെ, ഇതാണ് y square equal to 4x, ഇതാണ് x square equal to 4y. ഇതാണ് x square equal to 4y. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ, ഇതാണ് നമ്മുടെ കോമൺ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും സ്റ്റെപ്പ് എടുക്കണം. അപ്പോൾ ഡി എക്സ് ഡി വൈ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഹൊറിസോണൽ സ്റ്റെപ്പ് എടുക്കണം. ഡി വൈ ഡി എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുക്കണം. ഇനി ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ ഞാൻ വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, വെർട്ടിക്കൽ സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത് വിചാരിക്കും. വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുത്തു. അപ്പോൾ വെർട്ടിക്കൽ സ്റ്റെപ്പാണ് എടുക്കുന്നതെങ്കിൽ, വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി വി ആർ ഗോയിങ് ടു ഇവാലുവേറ്റ് ദിസ് ഇൻ്റഗ്രൽ ബൈ കൺസിഡറിങ് ഡി വൈ ഡി എക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഡി വൈ ഡി എക്സിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൈയുടെ വേരിയേഷൻ ആണ് പറയേണ്ടത്. ആദ്യം വൈയുടെ വേരിയേഷൻ ആണ് പറയുന്നത്, വെർട്ടിക്കൽ വേരിയേഷൻ ആണ് പറയുന്നത്. വെർട്ടിക്കൽ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഈ വെർട്ടിക്കൽ സ്റ്റെപ്പിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഏത് കർവിലാണ് നോക്കുക. ഈ കർവിലാണ്, റൈറ്റ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y ആണ്. അതിൽ നിന്നും y കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് y ആണ്. ഫിഗത്തിൽ നിന്ന് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം അല്ലേ. y കണ്ടുപിടിക്കാം. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ലോവർ പാർട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ അപ്പർ പാർട്ട് നോക്കണം. അപ്പർ പാർട്ടിൽ നിന്ന് y കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇതാണ്, y സ്ക്വയർ ഈക്വൽ ടു 4x ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ y കണ്ടുപിടിക്കുമ്പോൾ സ്ക്വയർ റൂട്ട് എടുത്താൽ മതിയാവും അല്ലേ. y ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടി. വൈയുടെ ലോവർ ലിമിറ്റ് എക്സ് സ്ക്വയർ ബൈ 4, അതായത് ഇപ്പോൾ വൈയുടെ ലിമിറ്റ് നമുക്ക് കിട്ടി. y varies from x square by 4 to y is equal to square root of 4 2 ആണ്, 2 square root of x എന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിട്ട് വൈയുടെ വേരിയേഷൻ കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ വേരിയേഷൻ കിട്ടണം. എക്സിൻ്റെ വേരിയേഷൻ എന്ന് വെച്ചാൽ ഈ സ്ട്രിപ്പിനെ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യിപ്പിക്കും. ഈ റീജിയൻ കൂടി ഹൊറിസോണ്ടലി മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് എൻഡ് മാക്സിമം എവിടം വരെ വരും, റൈറ്റ് എൻഡ് മാക്സിമം എവിടം വരെ പോകും നോക്കാം. ഇത് മൂവ് ചെയ്യും. ഇപ്പോൾ ലെഫ്റ്റ് എൻഡ് നമുക്കറിയാം ഇതിങ്ങനെ മൂവ് ചെയ്ത് ഈ പോയിന്റ് വരെ വരും, ഇവിടം വരെ വരാം. റൈറ്റ് എൻഡ് പോയി ഇവിടം വരെ വരാം, റൈറ്റ്. അപ്പോൾ ലെഫ്റ്റ് എൻഡ് ഇവിടം വരെ വരാം. അപ്പോൾ ആ പോയിന്റ് നമുക്ക് y ആക്സിസ് വരെ വരാം എന്നാണ്. y ആക്സിൻ്റെ പോയിന്റ് x ഈക്വൽ ടു 0 ആണ്. റൈറ്റ് എൻഡ് ഈ ഇന്റർസെക്ഷൻ പോയിന്റ് വരെ വരാം, റൈറ്റ്. ഈ ഇന്റർസെക്ഷൻ പോയിന്റ് വരെ വരാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കർവിൻ്റെയും കോമൺ ഇന്റർസെക്ഷൻ പോയിന്റ് ആണല്ലേ. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടുക. അപ്പോൾ അത് സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇൻ അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് എക്സ് എടുത്തിട്ട് അടുത്ത ഇക്വേഷനിൽ കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് y is equal to x square by 4 in y square equal to 4x രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് നമുക്ക് എക്സ് സ്ക്വയർ ബൈ 4 ദ ഹോൾ സ്ക്വയർ is equal to 4x എന്ന് കിട്ടും. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 4 സ്ക്വയർ is equal to 4x എന്ന് കിട്ടും.
ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാം. ഓക്കെ, എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 4 ക്യൂബ്, സോറി എക്സ് ക്യൂബ് അല്ല, എക്സ് റൈസ് ടു 4 ആണ്. ദിസ് ഈസ് എക്സ് ടു ദ പവർ 4, എക്സ് ടു ദി പവർ 4. അപ്പോൾ എക്സ് ടു ദി പവർ 4 ഇസ് ഈക്വൽ ടു 4 ക്യൂബ് എക്സ് എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എക്സ് ടു ദി പവർ 4 മൈനസ് 4 ക്യൂബ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് ടൈംസ് എക്സ് ക്യൂബ് മൈനസ് 4 ക്യൂബ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. റൈറ്റ്, ഒന്ന് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും, അടുത്ത എക്സ് ക്യൂബ് ഈക്വൽ ടു 4 ക്യൂബ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 4 ആയിരിക്കും. റൈറ്റ്, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻ്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സിന് 4 കൊടുത്താൽ മതി. അപ്പോൾ 4 ക്യൂബ് മൈനസ് 4 ക്യൂബ് 0 ആയിക്കോളും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 4 ഇത് രണ്ടുമാണ് നമുക്ക് ലിമിറ്റ്. ഇതാണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് ആണ് ഏത് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഈ പോർഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരെയാണ് റൈറ്റിലേക്ക് നമ്മുടെ ഈ സ്ട്രിപ്പ് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുക. ഈ പോയിന്റ് വരെ ഈ റീജിയനിൽ കൂടി മാക്സിമം ഇവിടെ വരെ വരും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ ലിമിറ്റ് കിട്ടി. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിച്ചു. ഓൾറൈറ്റ്, അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാം, ഇനി നമുക്ക് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഡബിൾ ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ y സ്ക്വയർ ഡി എ നമ്മൾ എടുത്തത് dy dx എന്നാണ് എടുത്തത്. അതായത് ഈ ഡി എ എന്ന് പറയുന്നതാണ് dy dx ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വൈയുടെ വേരിയേഷൻ നമ്മൾ പറയണം. വൈയുടെ വേരിയേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സ് സ്ക്വയർ ബൈ 4 ടു 2 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്, എക്സ് സ്ക്വയർ ബൈ 4 ടു 2 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് കിട്ടും. ആൻഡ് എക്സ് വേരീസ് ഫ്രം 0 ടു 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻസൈഡ് ഇൻ്റഗ്രൽ ആദ്യം കൺസിഡർ ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 4 ടു 2 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈ സ്ക്വയർ ഡി വൈ. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വൈ ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ ബൈ 4 ടു 2 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. 2 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 3 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ദ ഹോൾ ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 ക്യൂബ് ബൈ 3 ടൈംസ് എക്സ് ടു ദി പവർ 3 ബൈ 2 മൈനസ് ഇവിടെ 4 ക്യൂബ് വരും. 4 ക്യൂബ് ബൈ 3 എന്ന് പറയാം. അപ്പോൾ 1 ബൈ 3 ടൈംസ് 4 ക്യൂബ് ടൈംസ് എക്സ് ടു ദി പവർ 6 എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു 4, ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 4. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 ക്യൂബ് ബൈ 3 എക്സ് ടു ദി പവർ 3 ബൈ 2 and minus 1 by 3 4 cube x to the power 6 dx. ഇത് നമ്മൾ x കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും, and which is equal to, okay, so 2 cube by 3 times x to the power 3 by 2 integral x to the power 5 by 2 divided by 5 by 2 minus 1 by 3 times 4 cube times x to the power 7 by 7. ലിമിറ്റ് 0 to 4 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ക്യൂബ് ബൈ 3 ടൈംസ് 4 ടു ദി പവർ 5 ബൈ 2 ബൈ 5. ഈ 2 നമുക്ക് ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. ഓക്കെ, ഈ 2 ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ ഈ 2 ക്യൂബ് എന്നുള്ളത് പോയിട്ട് നമുക്ക് 2 ടു ദി പവർ 4 എന്നാണ്. 2 ടു ദി പവർ 4 മൈനസ് അടുത്തത് 1 ബൈ 3 ടൈംസ് 7 ടൈംസ് 4 ക്യൂബ് ടൈംസ് 4 ടു ദി പവർ 7 എന്നാവും. റൈറ്റ്, ഓക്കെ. ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തതിന് ശേഷം കാൽക്കുലേറ്റർ ചെയ്യാം. അതായത് ഈ 4 ടു ദി പവർ 5 ബൈ 2 എന്ന് പറഞ്ഞാൽ ഈ ടു ദി പവർ 1 ബൈ 2 എന്നാൽ റൂട്ട് എടുക്കാനാണ്. അപ്പോൾ റൂട്ട് 4 ടു ദി പവർ 5 എന്നാണ് അതിൻ്റെ മീനിങ്. റൂട്ട് 4 എന്ന് വെച്ചാൽ എത്രയാണ്? അതായത് ഈ 4 ടു ദി പവർ 5 ബൈ 2 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 4 ടു ദി പവർ 5 എന്നാണ്. ദാറ്റ് ഈസ് 2 ടു ദി പവർ 5 എന്നാണ്. ഓക്കെ, അപ്പോൾ അതിനെ 2 ടു ദി പവർ 4 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ടു ദി പവർ 9 ബൈ
3 times 5 minus 4 to the power 7 by 3 times 7 times 4 cube ഉണ്ട്. ഈ 4 cube നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഇവിടെ. റൈറ്റ്, 4 ക്യൂബും 4 ടു ദി പവർ 7ഉം ക്യാൻസൽ ആകുമ്പോൾ 4 ടു ദി പവർ 4 എന്ന് കിട്ടും. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്താൽ മതിയാവും. റൈറ്റ്, ഇത് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 to the power 9, see this is what you will get, 2 to the power 9, okay, divided by 3 times 5, 15 minus അടുത്തത് 4 to the power 4 divided by 3 times 7, 21, which is equal to 768 by 35 meter. 768 by 35. Okay. അപ്പോൾ ഇതാണ് ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഓക്കെ, റൈറ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. Evaluate double integral over r xy square dA, where r is the rectangular region bounded by y equal to 0, x equal to y and x plus y is equal to 2. ഇവിടെ നമ്മൾ ആദ്യം ഗ്രാഫ് വരെയാണ്. ഓക്കെ, y equal to 0 എന്ന് വെച്ചാൽ x ആക്സിസ് ആണ്. x is equal to y, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇതാണ് x is equal to y. നെക്സ്റ്റ് x plus y is equal to 2. അതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കണം. x plus y is equal to 2. ഓക്കെ, x and y, x 0 ആകുമ്പോൾ y 2 ആവും, y 0 ആകുമ്പോൾ x 2 ആവും. അപ്പോൾ 0, 2 എന്ന് പറയുന്ന പോയിന്റും 2, 0 എന്ന് പറയുന്ന പോയിന്റിൽ കൂടിയും വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ. റൈറ്റ്, ഇതാണ് ഓക്കെ, ഇതാണ് x plus y is equal to 2 എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റീജിയൻ, കോമൺ റീജിയൻ ഇതാണ്. R is the rectangular region അല്ല, triangular region ആണ്. This is a triangular region bounded by these two. അപ്പോൾ ഇതാണ് triangular region. അപ്പോൾ ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ dy dx ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. dy dx നമ്മളൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ സ്ട്രിപ്പ് വരയ്ക്കും എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന സ്ട്രിപ്പ് ഇവിടെയാണെന്ന് വിചാരിക്കാം, ഇവിടെയാണ് സ്ട്രിപ്പ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ സ്ട്രിപ്പ് എങ്കിൽ ഈ സ്ട്രിപ്പിൻ്റെ ലോവർ എൻഡ് ദർ ഇസ് നോ ഇഷ്യൂ, ബിക്കോസ് അത് ടച്ച് ചെയ്തിരിക്കുന്നത് y equal to 0 അപ്പോൾ ലോവർ ലിമിറ്റ് ഓൾവേസ് y equal to 0 ആയിരിക്കും. അപ്പർ ലിമിറ്റ് ഇവിടെയാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് y is equal to x ആണ്. y is equal to x ആണ്, ഈ പോർഷനാണ്. അപ്പോൾ അത് പ്രശ്നമല്ല. പക്ഷേ ഇത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇത് ഇവിടം വരെ ഉള്ളൂ ആ പോർഷൻ. പക്ഷേ ഇവിടെയാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ, ഇവിടെയാണ് ഞാൻ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുന്നതെങ്കിൽ what happens is the lower limit there is no issue because that is y is equal to 0, but the upper limit is going to be different. അല്ല, ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ഇരിക്കുന്ന വേറൊരു കർവിലാണ്, x plus y is equal to 2 ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ഇരിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ഈ ഇൻ്റഗ്രൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ആക്ച്വലി വി ഹാവ് ടു സ്പ്ലിറ്റ് ദിസ് റീജിയൻ ഇൻറ്റു 2. നമ്മൾ ഇങ്ങനെ ഈ കറക്റ്റ് ഈ പോയിന്റ് വെച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം രണ്ടായിട്ട്. ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ പോർഷനിൽ മാത്രം നമ്മളൊരു ഡബിൾ ഇൻ്റഗ്രൽ എഴുതണം, പിന്നെ ഈ പോർഷനിൽ വേറെ ഒരു ഡബിൾ ഇൻ്റഗ്രൽ എഴുതണം. അങ്ങനെ രണ്ട് ഡബിൾ ഇൻ്റഗ്രൽ അതിൻ്റെ സമ്മായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ചില പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. റൈറ്റ്, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തോണ്ടാണ് കുഴപ്പം. പക്ഷേ അതേസമയം നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്താൽ ദർ ഇസ് നോ ഇഷ്യൂ. ഇപ്പോൾ ഇതേ റീജിയനിൽ നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. റൈറ്റ്, ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കും, ഞാനിവിടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ സ്ട്രിപ്പ്. അപ്പോൾ അവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ടച്ച് ചെയ്തിരിക്കുന്ന എല്ലായ്പ്പോഴും x is equal to y-ലാണ്, റൈറ്റ് ഹാൻഡ് ടച്ച് ചെയ്തിരിക്കുന്ന എല്ലായ്പ്പോഴും x plus y is equal to 2-ലാണ്. ഇതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ വെർട്ടിക്കലി മൂവ് ചെയ്യിപ്പിച്ചാൽ ഇത് ഏറ്റവും താഴെ y equal to 0 വരെ വരും, മുകളിൽ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് വരെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, സാധ്യമല്ല എന്നല്ല അർത്ഥം, പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, നമുക്ക് ചെയ്യാൻ ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനകത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും.
പക്ഷെ എന്നാലും ഇവിടെ ഇപ്പം നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാനൊന്നും പറയുന്നില്ല. ഓക്കെ, വി ഡു ഹാവ് ദ ഫ്രീഡം. Okay, so what we do is choose or try doing this problem by selecting a horizontal strip. Okay, അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്താൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ് എവിടെയാണ് നോക്കുക? ലെഫ്റ്റ് എൻഡ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. ഡി എക്സ് ഡി വൈ ആണെങ്കിൽ ലെഫ്റ്റ് എൻഡ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. റൈറ്റ് ടു റൈറ്റ് എൻഡ്. റൈറ്റ് എൻഡ് ടച്ച് ചെയ്തിരിക്കുന്നത് ഈ കർവിലാണ്. അപ്പോൾ ഈ കർവ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് കണ്ടുപിടിക്കാം. ആദ്യം എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്തായിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് വൈ എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ ടു എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് വൈ ആൻഡ് ദാറ്റ് ഈസ് എ ലിമിറ്റ് ഓഫ് എക്സ്. ആൻഡ് നൗ യു മൂവ് ദിസ് വൺ വെർട്ടിക്കലി. ഏറ്റവും താഴെ എവിടം വരെ വരും? വൈ ഈക്വൽ ടു 0 വരും. അപ്പോൾ ലോവർ ലിമിറ്റ് വൈ ഈക്വൽ ടു 0 ആണ് 2. അപ്പർ ലിമിറ്റ് എവിടം വരെ വരും എന്നുള്ളതാണ്. അപ്പർ ലിമിറ്റ് എവിടം വരെ വരും? ദാറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ പോയിന്റ്. ഇവിടുത്തെ ഇൻ്റർസെക്ഷൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2ഉം എക്സ് ഇസ് ഈക്വൽ ടു വൈയും. ഇത് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണല്ലോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ വൈ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും, ഓർ 2y ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും, ഓർ വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എക്സും 1 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി 1 1 എന്ന് പറയുന്ന പോയിന്റാണ്. റൈറ്റ്. അപ്പോൾ ഇത് മാക്സിമം മുകളിലേക്ക് ഇത് വേരി ചെയ്യുന്ന ഈ ലൈൻ വരെയാണ്. ആൻഡ് ദാറ്റ് ലൈൻ ഈസ് y is equal to 1. So y varies from 0 to 1. ഇതാണ് yയുടെ വേരിയേഷൻ. 0 to 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടി. ഇനി ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, therefore integral is call it as I, that is double integral x square y dx dy. Okay, xy square ആണ്, സോറി, xy square dx dy. എക്സിൻ്റെ വേരിയേഷൻ നമ്മൾ പറഞ്ഞു, എക്സ് വേരീസ് ഫ്രം y to 2 minus y and y varies from 0 to 1. And consider the inside integral y to 2 minus y x y square dx കണ്ടുപിടിക്കാം. ഇതിന് x കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ എക്സ് സ്ക്വയർ ബൈ 2 y square is the integral. എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, y to 2 minus y. y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് y square by 2 times y square minus, sorry, upper limit ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 minus y the whole square by 2 times y square minus lower limit കൊടുക്കുമ്പോൾ y square times y square by 2. ഓക്കെ, ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ഉള്ള ഒരു പാകത്തിനല്ല ഈ ടൈം ഫസ്റ്റ് പാർട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. സ്ക്വയർ ചെയ്യാം. So a minus b the whole square, a square minus 2ab plus y square times y square by 2 minus y to the power 4 by 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by 2 കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. 1 by 2 times 4y square minus 4y cube plus y to the power 4 minus y to the power 4. y to the power 4 മൈനസ് y to the power 4 ക്യാൻസൽ ആയിക്കോളും. ബാക്കി നമുക്ക് ഇതാണ് കിട്ടും. അപ്പോൾ ഇതിനെയാണ് അടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ 0 to 1 നമ്മുടെ ഇൻ്റഗ്രൽ I എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇൻ്റഗ്രൽ 0 to 1 ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 1 by 2 4y square മൈനസ് 4y cube dy. ഓക്കെ, 4 ഔട്ട് സൈഡ് എടുക്കാം. സോ 4 by 2 y square integral y cube by 3 minus y cube integral y to the power 4 by 4. Limit is from 0 to 1, that is 2 times 1 by 3 minus 1 by 4. 0 കൊടുക്കുമ്പോൾ നമുക്കെല്ലാം 0 ആയി പോയിക്കോളും. So answer is 2 times 1 by 12. LCM എടുത്ത് simplify ചെയ്യാം and you will get the answer is again 1 by 6. 1 by 6. ഇതാണ് ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതായത് ഒരു റീജിയൻ മാത്രം നമുക്ക് തന്നിട്ട് ലിമിറ്റ് തരാതെ ഒരു ഡബിൾ ഇൻ്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഫസ്റ്റ് വി ഐഡൻറ്റിഫൈ ദ റീജിയൻ, എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക
ഒരു ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ എടുത്തിട്ട് പ്രോബ്ലം ചെയ്യണോ അതോ ഒരു വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യണോ തീരുമാനിക്കുക. നമ്മൾ തീരുമാനിച്ചതിന് ശേഷം വെർട്ടിക്കൽ സ്റ്റെപ്പ് ആണെങ്കിൽ ആ വെർട്ടിക്കൽ സ്റ്റെപ്പിൻ്റെ ഏറ്റവും താഴത്തെ എൻഡും മുകളിലത്തെ എൻഡും വൈയുടെ ലിമിറ്റ് വരും. അത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എക്സിൻ്റെ ലിമിറ്റും വരും. ഇതുപോലെ തന്നെ ഹൊറിസോണ്ടൽ സ്റ്റെപ്പിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് യൂഷ്വലി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so with that I think we can wind up the session. Okay, see you then.